ഇതാണ് കൊല്ലകടവെന്ന ഞങ്ങളുടെ പ്രദേശം. പട്ടണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപ്രദേശം. ഈ കൊല്ലകടവിന് 2 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഒരു ചരിത്ര സംഭവം പറയാനുണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. ആണ്ടിൽ തിരുവിതാംകൂറിന്റെ ഭാഗമായ മാവേലിക്കര എന്ന കൊച്ചു പട്ടണത്തിലെ പ്രായിക്കര എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച വ്യക്തിയാണ് PM ജോൺ. ഇദ്ദേഹത്തെ നാട്ടുകാർ വളരെ സ്നേഹപൂർവ്വം പ്രായിക്കര ആശാൻ എന്ന് വിളിച്ചു. ചെറുപ്പം മുതൽ തന്നെ ഈശ്വര സേവയിലും മാനവ സേവയിലും തൽപരനായിരുന്ന ആശാൻ തൻ്റെ 16-ാമത്തെ വയസ്സിൽ ഈശ്വര സേവയ്ക്കായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. അങ്ങനെയിരിക്കെ പ്രായിക്കര ദേശത്തെ തൻ്റെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഒരു ദിവസം ആശാൻ സകുടുംബസമേതം അച്ചൻകോവിൽ ആറിലൂടെ കടത്തു കടന്ന് തൊട്ടടുത്ത ഗ്രാമമായ കൊല്ലകടവിലേക്ക് വരികയാണ്. കൊല്ലകടവ് ഗ്രാമത്തിലേക്ക് ഇദ്ദേഹത്തെ സ്വീകരിച്ച് CMS മിഷണറിയും മലയാള ഭാഷാ പണ്ഡിതനുമായ ജോസഫ് പീച്ച് എന്ന സായിപ്പായിരുന്നു. ആ സമയത്ത് ആശാൻ സകുടുംബസമേതം ഇവിടെയാണ് താമസിച്ചത്. വനപ്രദേശങ്ങളാലും അപരിഷ്കൃത സാഹചര്യങ്ങളാലും ചുറ്റപ്പെട്ടു കിടന്ന കൊല്ലകടവ് ഗ്രാമത്തിൽ ആശാൻ താമസിച്ചു വരികെ ഗ്രാമത്തിലെ ആദ്യത്തെ സ്കൂളായ CMS LP സ്കൂളിൽ അധ്യാപകനായും മേൽനോട്ടക്കാരനായും തൊട്ടടുത്ത സെൻറ്റ് ആൻഡ്രൂസ് CSI പള്ളിയിലെ ആദ്യത്തെ സഭാ ശുശ്രൂഷകനായും സേവനം ചെയ്തു. കൊല്ലകടവ് പള്ളി പുതുക്കി പണിയുകയും തൻ്റെ ജീവിതം സ്കൂളിനും സഭയ്ക്കും ഈ ദേശത്തിന് നീക്കി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ദേശനിവാസികൾ ഇദ്ദേഹത്തെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും പ്രായിക്കര ആശാൻ എന്ന് വിളിച്ചു. 1924 ബിഷപ്പ് ഗിൽ സാഹിബ് കൊല്ലകടവ് ദേശം സന്ദർശിച്ചപ്പോൾ ആശാനായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത്. നാടിനും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു ആശാൻ. ജാതിമത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും ദേശത്തിലെ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ പോരാടുകയും ചെയ്തു. ആ കാലത്ത് വസൂരി എന്ന രോഗം ദേശത്ത് വ്യാപകമായിരുന്നു. ഒരിക്കൽ ആശാൻ സന്ധ്യ മയങ്ങി ഭവനത്തിലേക്ക് വരവേ വഴിമധ്യേ ഒരു ഭവനത്തിൽ എന്തോ ആഭിചാരക്രിയ നടക്കുന്ന കാണാനിടയായി. ഒരു മന്ത്രവാദിയും തൊട്ടരികിലായി വസൂരി ബാധിച്ച് നഗ്നയായ ഒരു സ്ത്രീയെ കിടത്തിയിരിക്കുന്നതായും ആശാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അതിവേഗം പാഞ്ഞു ചെന്ന് ആ ദുഷ്കൃത്യം അവസാനിപ്പിക്കുകയും വസൂരി ബാധിച്ച സ്ത്രീക്ക് ശരിയായ വിധത്തിലുള്ള ചികിത്സ ഏർപ്പാടാക്കുകയും ചെയ്തു. ആഭിചാരക്രിയകൾ ഒന്നിനും പരിഹാരമല്ല എന്ന് ആശാൻ ജനത്തെ പഠിപ്പിച്ചു. ആശാന് 6 മക്കളാണ്. മൂത്ത മകൻ PJ മത്തായും ഭാര്യയായ റേച്ചൽ മത്തായും കൊല്ലകടവ് CMS LP സ്കൂളിൽ ദീർഘകാലം അധ്യാപകരായും പ്രധാന അധ്യാപകരായും സേവനമനുഷ്ഠിച്ചു. രണ്ടാമത്തെ മകൻ PJ ഫിലിപ്പ്. മറിയാമ്മ ജോൺ ആണ് മൂത്ത മകൾ. മൂന്നാമത്തെ മകൻ PJ ജോൺ ഇടവകയിലെ ഗായക സംഘത്തിന്റെ നേതാവായി സേവനം ചെയ്തു. 4-ാമത്തെ മകൻ PJ ചാണ്ടി ദീർഘകാലം ഇടവകയിലെ ഗായക സംഘ നേതാവായി സേവനമനുഷ്ഠിച്ചു. ഏറ്റവും ഇളയ മകളാണ് സാറാമ്മ തോമസ്. 5 സഹോദരങ്ങളും ഒരു സഹോദരിയുമായിരുന്നു ആശാൻ ഉണ്ടായിരുന്നത്. 5 സഹോദരന്മാരിൽ 3 പേർ മാവേലിക്കരയിലും, ഒരാൾ തിരുവല്ലയിലും, ഒരാൾ കോട്ടയത്തിലും, സഹോദരി കല്ലുമലയിലുമായിരുന്നു. 1933 PM ജോൺ എന്ന പ്രായിക്കര ആശാൻ നിത്യസ്വസ്ഥതയിലേക്ക് ചേർക്കപ്പെട്ടു. ഒരു ജീവിതം മുഴുവൻ ദൈവസേവയ്ക്ക് വേണ്ടി നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും നീക്കിവെച്ച ഈ മകൾ വ്യക്തിത്വം ഒരു കാലത്തിൻ്റെ സാക്ഷിയാണ്. മനുഷ്യകുലത്തിൻ്റെ ഉത്തമ വഴികാട്ടിയും ദൃഷ്ടാന്തവുമാണ്. നന്ദി.